Hi everyone, welcome back to Tell Me Story. ഞാൻ റീസെൻ്റ്ലി UK ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസേനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു നാട്ടിലെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ആ വിസയിൽ വരണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അവർക്ക് IELTS എഴുതേണ്ട കാര്യമില്ല. അവരുടെ സർട്ടിഫിക്കറ്റ് അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് UK നാരിക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് UK ഈക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ത്രൂ നമുക്ക് അവരുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അതിനെ പറ്റിയിട്ട് കുറേ ഡൗട്ടുകൾ എനിക്ക് വന്നു. അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് സൈറ്റിൽ കൂടെ പോകണം, എത്രയാണ് അതിൻ്റെ ചാർജ്, എത്ര ദിവസം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ്, അങ്ങനെ കുറച്ച് ഡൗട്ടുകൾ വന്നപ്പോൾ എനിക്ക് തോന്നി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം, അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന്. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് UK നാരിക് അല്ലെങ്കിൽ UK എനിക് ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അതിന് എത്രയാണ് ആപ്ലിക്കേഷൻ ഫീ, എത്ര ഡേയ്സ് എടുക്കും പ്രോസസ്സിങ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. UK നാരിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് UK നാരിക് എന്നല്ല പറയുന്നത്. ബ്രെക്സിറ്റിന് ശേഷം UK എനിക് അല്ലെങ്കിൽ ECCTIS എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ഉള്ള ആൾക്കാർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്സ് UK എന്തിനോട് ഈക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റിൽ കൂടെ UK നാരിക് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൊണ്ട് ചെന്നിട്ട് അത് അവർ അസസ് ചെയ്യുക ചെയ്യുന്നത്. അവരത് അസസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സർട്ടിഫിക്കറ്റ് തരും, എന്തിനോട് ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും കൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. ഇതിന് 10 വർക്കിംഗ് ഡേയ്സ് ആണ് നോർമലി എടുക്കുന്നത്. ഇതിൻ്റെ 10 വർക്കിംഗ് ഡേയ്സ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ത്രൂവും നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ 24 അവേഴ്സിനുള്ളിൽ കിട്ടുന്നതുകൊണ്ട് 48 അവേഴ്സിനുള്ളിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി സ്ലൈറ്റ് ചാർജ് ഡിഫറൻസ് ഒക്കെ കാണും. സോ ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് UK നാരിക് അല്ലെങ്കിൽ UK എനിക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഈ ECCTISൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും വരുന്നത്. അതിൽ നമ്മൾ കയറുമ്പോൾ ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമ്മുടെ നെയിം, സർനെയിം, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിലിലോട്ട് ഒരു കൺഫർമേഷൻ മെയിൽ വരും. നമ്മൾ ജിമെയിലോ അല്ലെങ്കിൽ എന്ത് ഇമെയിലാണോ കൊടുത്തേക്കുന്നത് ആ ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ട് ആ കൺഫർമേഷൻ മെയിൽ അവർ കൺഫർമേഷൻ മെയിൽ ഒരു ലിങ്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആ ലിങ്ക് ത്രൂ നമ്മൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ വിസാസ് ആൻഡ് നാഷണാലിറ്റി സർവീസസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് 3 കാറ്റഗറീസ് ഉണ്ട്. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ PhD വെരിഫിക്കേഷന് വേണ്ടിയിട്ട്, പിന്നെ PhD വെരിഫിക്കേഷൻ വിത്ത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ PhDനെ പറ്റി PhD ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അത് മെയിനായിട്ട് പറയുന്നത്. നോർമലി ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഈക്വലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും UK സർട്ടിഫിക്കറ്റ് ആയിട്ട്, അതിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കേണ്ടത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും. സോ ഇതിൽ മെയിനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ് വേണം, ട്രാൻസ്ക്രിപ്റ്റ്സ് വേണം, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലെറ്റേഴ്സ് വേണം. ഈ ഫൈനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ കിട്ടുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതാണ് ഫൈനൽ സർട്ടിഫിക്കറ്റ് വരുന്നത്. ട്രാൻസ്ക്രിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BTech കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 8 സെമസ്റ്റർ ഉണ്ടെങ്കിൽ ഓരോ സെമസ്റ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ആ ഓരോ സെമസ്റ്ററിലും അവരുടെ സബ്ജക്റ്റ് പറഞ്ഞിട്ട് മാർക്ക് കാണിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ 8 സെമസ്റ്ററിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവർക്ക് ചെക്ക് ചെയ്യണം നിങ്ങൾ പഠിച്ചിരിക്കുന്ന സബ്ജക്ട്സ് എല്ലാം തന്നെ ഇംഗ്ലീഷിലാണോ എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഇംഗ്ലീഷിലല്ലെങ്കിൽ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ ഡോക്യുമെൻ്റ് കൂടെ ആയിട്ടുള്ള വേറൊരു സെക്ഷൻ, അതായത് വേറൊരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതിൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാർജ് എന്ന് പറഞ്ഞാൽ 140 പൗണ്ടാണ്. നാട്ടിലൊരു 14,000 രൂപ പ്ലസ് വാറ്റ് വരും. പിന്നെ ഡെലിവറി ചാർജ്, ഇത് കൊറിയർ ആയിട്ടാണ് നമുക്കിത് അയച്ചു തരുന്നത്, നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നത് കൊറിയർ ആയിട്ട്. അപ്പം ഡെലിവറി ചാർജ് നമ്മുടെ അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള ഡെലിവറി ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 24 അവേഴ്സിനുള്ളിൽ കിട്ടണം അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ കിട്ടണം എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾക്ക് ജോലി ശരിയായി അപ്പോൾ UK നാരിക് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 24 അവേഴ്സ് ഓപ്ഷനും ഉണ്ട്. പക്ഷെ നമുക്ക് ചാർജിന് വ്യത്യാസം വരും. ഇപ്പോൾ 24,000 തുടങ്ങി 30,000 വരെ രൂപയൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഇത് എത്ര നാളത്തേക്ക് വാലിഡ് ആയിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. UK നാരിക് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ളതാണ്. അപ്പം നിങ്ങൾ UK വരാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ്.
പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സൈറ്റിൽ തന്നെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ആ ഫ്രീക്വൻലി ആസ്ക് ക്വസ്റ്റ്യൻസിൽ മറ്റുള്ളവരുടെ ഡൗട്ട് ആ ക്വസ്റ്റ്യൻസ് വായിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതിനകത്തൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ UK ടൈമിംഗ് വെച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Monday to Friday 9 to 5 UK ടൈമിംഗ് ആട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് പലതരം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്, ഇപ്പോൾ 2 ഡിഗ്രിയും ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ 2 മാസ്റ്റേഴ്സ് ഒക്കെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇപ്പോൾ UK വരാൻ എന്ത് കോഴ്സിനാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ജോലിക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനുള്ള ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതായിരിക്കും അവർ അസസ് ചെയ്ത് തരുന്നത്. സോ ഇത് കമ്പൽസറി ആണോ ചോദിച്ചാൽ ഇത് കമ്പൽസറി ആയിട്ടൊന്നുമല്ല, കമ്പൽസറി ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ചില കേസസിൽ ഇപ്പോൾ സീനിയർ കെയർ വിസയുടെ കേസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസയുടെ കേസസിലൊക്കെ ഇപ്പോൾ എംപ്ലോയർ ഇപ്പോൾ ഇതിന് ഈ UKNARIC സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഹോം ഓഫീസ് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അതായത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ ഒന്നെങ്കിൽ UKVI IELTS എഴുതിയാൽ മതി. അങ്ങനെ വരാണെങ്കിൽ UKNARIC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇത് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്യുന്ന കാര്യത്തിലാട്ടോ പറയുന്നത്. അല്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യണ ഒരു ജോബിനാണ് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആ കേസസിൽ നിങ്ങൾക്ക് UKNARIC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ GN കഴിഞ്ഞ ഒരാൾക്കാർ, ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്ക് ഇത് അസസ് ചെയ്യാൻ UKNARIC പറ്റത്തില്ല. അവർക്ക് IELTS തന്നെ എഴുതേണ്ടി വരും. UKVI IELTS എഴുതണം. സീനിയർ കെയർ വിസ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസയ്ക്കാണ് വരണമെങ്കിൽ UKVI IELTS സ്കോർ 4 ആണ് മിനിമം വേണ്ടത്. എന്തെങ്കിലും ഒരു കേസും കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അസസ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഒരു 3 മാസം സമയം തരും. അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് മിസ്സായിട്ടുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ ഡോക്യുമെന്റ്സിലെങ്കിൽ അവരൊരു 3 മാസം നിങ്ങൾക്ക് സമയം തരും. ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങളത് റെക്ടിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇൻ കേസ് അത് പറ്റത്തില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ആ പൈസ റീഫണ്ട് ചെയ്യും. പക്ഷെ അവർ സർവീസ് ചാർജ് എന്നുള്ള നിലയിൽ കുറച്ച് പൈസ അവർ പിടിക്കും, ബാക്കി പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. സോ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് UKNARIC എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ UKNARICന്റെ വെബ്സൈറ്റ് ആണ് ആദ്യം തന്നെ വരുന്നത്. ECCTIS എന്ന് പറഞ്ഞ .com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വിസാസ് ആൻഡ് നാഷണാലിറ്റി സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഈ സർവീസസ് ആർക്കൊക്കെയാണ്, ഫാമിലി, Tier 2, സ്കിൽ വർക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൗ ഇറ്റ് വർക്ക്സ്. there are 3 visas and nationality services available. ഇവർക്ക് 3 സർവീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിക്ക്, PhD വെരിഫിക്കേഷൻ, പിന്നെ PhD വെരിഫിക്കേഷൻ വിത്ത് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി. അതിൽ പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതായത് അവർ വി ക്യാൻ ഓൺലി ആക്സസ് ക്വാളിഫിക്കേഷൻസ് ദാറ്റ് ആർ കൺസിഡർ കമ്പാരബിൾ ടു എ ബാച്ചിലർ ഓർ മാസ്റ്റേഴ്സ് ഓർ PhD ഡിഗ്രി ഇൻ ദ UK. പിന്നെ എത്ര വർക്കിംഗ് ഡേയ്സ് എടുക്കും ഈ അസസ്മെന്റിന് വേണ്ടിയിട്ട്? 10 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നു. പിന്നെ ഡെഡ് ലൈൻ, ഇപ്പൊ പെട്ടെന്ന് ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യേണ്ട ഒരാളാണ് 24 അല്ലെങ്കിൽ 48 അവേഴ്സിനുള്ളിൽ ഫാസ്റ്റ് ട്രാക്ക് സർവീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ PhDക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, PhD വെരിഫിക്കേഷൻ വിത്ത് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന. വാട്ട് ഡു ഐ നീഡ് ഇൻ ഓർഡർ ടു അപ്ലൈ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിക്ക് ആണെങ്കിൽ ഫൈനൽ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, certified translation of your documents if not in English, medium of instruction letter if you need to evidence your English language proficiency. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ PhDക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്നാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചാർജ് പറയുന്നു. ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ആണെങ്കിൽ £140, PhD വെരിഫിക്കേഷൻ ആണെങ്കിൽ £210, PhD വെരിഫിക്കേഷൻ വിത്ത് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ആണെങ്കിൽ £210 പ്ലസ് വാറ്റ്. ഇതിനൊക്കെ വാറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ചാർജും പറയുന്നുണ്ട്. പിന്നെ ഡെലിവറിയുടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ £7.5 വരുന്നു, റോയൽ മെയിൽ ആണെങ്കിൽ £10. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡെലിവറി ഓപ്ഷൻ ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നാട്ടിൽ നിന്ന് ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ കാർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാത്തില്ല ഓൺലൈനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ബാങ്കിൽ പോയി സംസാരിക്കുക, ഇന്റർനാഷണൽ കാർഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കായിട്ട് സംസാരിച്ചിട്ട് അത് ഡീൽ ചെയ്യുക. പിന്നെ ഈ UKNARICന്റെ ഇത് ചെയ്തു കൊടുക്കുന്ന ഏജൻസീസും നാട്ടിലുണ്ട്. പക്ഷെ അതിന് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഏജൻസി ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഈസി പ്രോസസ് ആണ്, ആർക്കായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അപ്ലൈ നൗ കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞെങ്കിൽ അപ്ലൈ നൗ കൊടുക്കുക. ഇതിൽ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിലോട്ട് ഒരു കൺഫർമേഷൻ മെയിൽ വരും. അതിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ട് സൈൻ ഇൻ ആവും.
സൈൻ ഇൻ ആയി കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. എത്രയാ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേ ചെയ്യുക. ഇത്രയൊക്കെ സംഭവമുള്ളൂ. സോ UK നാരിക് ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഏകദേശം ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. പിന്നെ UK നാരിക്കിൻ്റെ ആ സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അപ്പോൾ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ത്രൂ നിങ്ങൾക്ക് പെട്ടെന്ന് ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.